ഞാൻ മണ്ണെണ്ണ മേടിക്കാൻ റേഷൻ കടയിൽ പോയിട്ട് മുട്ടയും മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ നോക്കുമ്പം ഗോമതിച്ചയുടെ അവിടെ ഭയങ്കര ആളും ബഹളവും എല്ലാം ഉണ്ട്. ഇന്നലെ നല്ല ദിവസമായിട്ട് ഇന്ന് പെരമാറ്റമായിരുന്നു. അപ്പൊ അവിടെ പാലുകാച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല തക്ക സമയത്താണ് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ പാലുകാച്ച് നടക്കുക. ഞാൻ അടുക്കള വശത്തോട്ടായിരുന്നു, പാല് കാച്ചുന്ന വശത്തോട്ട്. അവിടെ ഒരു വലിയ മൺകലത്തിൽ വെച്ച് പാല് കാച്ചിക്കൊണ്ടിരിക്കുവോ അവര്. അപ്പം കുറെ ജനങ്ങളുണ്ട് അവിടെ. ആശാരിയോ കോൺട്രാക്ടറോ പിന്നെ അതിന്റെ ഗോമതി ചേച്ചിയൊക്കെ അവിടെ നിപ്പുണ്ട്. പിന്നെ കുറെ നോക്കിക്കോള്, ഒരിച്ചിരി കർപ്പൂരവും ഇട്ടിട്ടുണ്ട്, ഒരിച്ചിരി പാവിന്റെ കമ്പും വെച്ചിട്ടുണ്ട്, വെച്ച് തീ വെച്ചോണ്ടിരിക്കുക. ഈ 9:30 പാലുകാച്ച്. നോക്കിക്കോണം, 9:30 പാലുകാച്ച് നടക്കുക. ഞാൻ അവിടെ ചെല്ലുമ്പോ 10:15 കണ്ടായി സമയം. അതുവരെയും പാല് തിളച്ച പൊങ്ങിയിട്ടില്ല പാല്. ഇവര് അവിടെ കിടന്ന് അവര് ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ചൊല്ലുന്നു. അരമണിക്കൂറോ ചൊല്ലിയെന്ന് പറഞ്ഞിരിക്കുന്നു പെണ്ണുമ്പള പറഞ്ഞിട്ടു. തിളച്ചു പൊങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് ആശാരി പറഞ്ഞു നമുക്കെന്നാ ഓം നമോ നാരായണ ചൊല്ലാം. അങ്ങനെ ഓം നമോ നാരായണ ചൊല്ലി. എന്നിട്ട് തിളച്ചു പൊങ്ങുന്നില്ല. കുറെ കഴിഞ്ഞിട്ട് ആശാരി പറഞ്ഞു ഇനി ദേവിയുടെ അനുഗ്രഹം കിട്ടാത്തോണ്ടായിരിക്കും. ദേവിയെ വിളിച്ചു തുടങ്ങി. ഇത് തിളച്ചു പൊങ്ങുന്നില്ല. ഇത് തിളച്ചു പൊങ്ങാത്തതിന്റെ കാര്യം ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ ഇതൊന്നും അല്ല സംഭവം. ഇതെന്താ സംഭവം? ശരിക്ക് തീ അടിക്കാത്തോണ്ടാ. 11:30 എത്ര നേരം നിൽക്കുന്നത്? എന്റെ കാലം അങ്ങ് കഴിക്കുന്നു. ഞാൻ ഇന്നേരം ചെന്ന, പക്ഷെ എന്റെ കാലം അങ്ങ് കഴിക്കുക. ഓരോരുത്തരെല്ലാം വീഡിയോ വിളിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. ഓരോരുത്തർ പറഞ്ഞ സ്റ്റോറേജ് ഫുള്ളായിരുന്നു. ഈ പാല് ഇപ്പൊ തിളച്ചു കൊണ്ടു വന്ന് വെച്ചോണ്ടിരിക്കുക. എപ്പൊ തിളയ്ക്കാൻ ഇത് തിളയ്ക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും എന്തോലും മണ്ണെണ്ണ ഉണ്ടായിരുന്നു. ഞാൻ കുറെ മണ്ണെണ്ണ പോയി മൂട്ടിലോട്ട് അങ്ങ് ഒഴിച്ചു. അയ്യോ, പിന്നെ തിളച്ചാൻ പൊങ്ങി. ഈ ഐഡിയൊക്കെ ഞാൻ ചെന്നാലല്ലേ ഒക്കത്തുള്ളൂ. ഇതൊക്കെ ഉണ്ടല്ലോ എന്നെ വിളിക്കാത്തോണ്ട് സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ്. ഓർക്കുക, ഇവരെല്ലാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. കവിത എവിടെ ഉണ്ടോ ഐശ്വര്യം അവിടെ ഉണ്ട്.